സർവശക്തനേ. ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. ബത്സേദ കുളത്തിനരികിൽ 38 വർഷമായി സൗഖ്യം കാത്തുകിടക്കുന്ന ഒരു മനുഷ്യൻ. 38 വർഷം, അത്രയും കാലം അവൻ കാത്തിരുന്നു, അത്രയും കാലം അവൻ വേദന സഹിച്ചു, അത്രയും കാലം അവൻ പ്രതീക്ഷകളും നിരാശകളും ഒക്കെ ഏറ്റുവാങ്ങി ജീവിച്ചു. ചിലപ്പോൾ നമ്മുടെ ജീവിതവും ഇങ്ങനെയായിരിക്കാം. വർഷങ്ങളായ പ്രാർത്ഥന, മാറാത്ത സാഹചര്യങ്ങൾ, സൗഖ്യമാകാത്ത മുറിവുകൾ, തുറക്കാത്ത വാതിലുകൾ. കാലം കടന്നു പോകുമ്പോൾ മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ തളരാൻ തുടങ്ങും. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന ആ രോഗം മാത്രമല്ലായിരുന്നു, അവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എന്നതും കൂടിയാണ്. അവൻ പറഞ്ഞു, വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കുവാൻ ആരുമില്ല. പ്രിയ ദൈവഭൈതലേ, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാകാം. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല, എല്ലാവരും എന്നെ മറന്നു. പക്ഷേ ഇന്ന് ഈ പകൽക്കാലം ഒന്നോർക്കുക, മനുഷ്യർ മറന്നാലും യേശു നിങ്ങളെ മറക്കുകയില്ല. ആ ജനക്കൂട്ടത്തിനിടയിൽ യേശുവിന്റെ കണ്ണ് ആ മനുഷ്യന്റെ മേലായിരുന്നു. ഒരുപക്ഷെ എല്ലാവരും അവനെ അവഗണിച്ചിരിക്കാം, പക്ഷേ യേശു അവനെ കണ്ടു. ഇന്നും യേശുവിന്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്. പ്രിയ ദൈവമക്കളെ, യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇത്ര വർഷം കഷ്ടപ്പെട്ട മനുഷ്യനോട് എന്തിനാണ് യേശു അങ്ങനെ ചോദിച്ചത്? കാരണം ചിലപ്പോൾ വേദന സഹിച്ചു നീണ്ടുപോകുമ്പോൾ മനുഷ്യന്റെ പ്രത്യാശ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് വീണ്ടും ജീവിക്കുവാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ യേശു അതിനും തയ്യാറാണ്. പ്രിയ ദൈവ പൈതലേ, ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷെ അവൻ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. സഹായിക്കാൻ മനുഷ്യൻ വേണ്ട, യേശു ഉണ്ടെങ്കിൽ അവൻ മാത്രം മതി. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. അതേ നിമിഷം 38 വർഷത്തെ ആ ബന്ധനം തകർന്നു വീണു. പ്രിയ ദൈവ പൈതലേ, മനുഷ്യൻ വർഷങ്ങൾ എണ്ണും, ദൈവത്തിന് ഒറ്റ നിമിഷം മതി. മനുഷ്യൻ വൈകിപ്പോയി എന്നും പറയും, പക്ഷെ ദൈവത്തിന് ഇതാണ് സമയം, തക്ക സമയം. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാത സമയം ചിലരോട് പറയുന്നത്, നിങ്ങൾ കിടന്ന സ്ഥലത്ത് തന്നെ നിന്നെ ദൈവം ഉയർത്തും. നിങ്ങൾ കരഞ്ഞ വർഷങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ മാനിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വൈകിയ അനുഗ്രഹം ഇപ്പോൾ വരും. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് കർത്താവ് മടക്കിത്തരും. പ്രിയ ദൈവ പൈതലേ, ഇപ്പോൾ നിങ്ങൾ ബത്സയിദയിലെ ആ മനുഷ്യനെ പോലെ ആയിരിക്കാം. ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കാം, ഒരുപക്ഷെ കാത്തിരുന്ന് തളർന്നിരിക്കാം, ആരുമില്ല എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, യേശു ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു. അവൻ നിങ്ങളെ കാണുന്നുണ്ട്, അവൻ നിങ്ങളുടെ വേദന അറിയുന്നു, അവൻ നിങ്ങളുടെ സമയം മാറ്റാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ ഒറ്റ വാക്കുമതി. എഴുന്നേറ്റ് നടക്കാം. നിങ്ങളുടെ തകർന്ന സ്വപ്നങ്ങൾ എഴുന്നേൽക്കും. നിങ്ങളുടെ മരിച്ച പ്രത്യാശ വീണ്ടും ജീവിക്കും. നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമാകും. കാരണം യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. ആയതിനാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, വർഷങ്ങളായി കാത്തിരിക്കുന്ന ഹൃദയങ്ങളെ ഒന്ന് സ്പർശിക്കണമേ. തളർന്നു പോയ ആത്മാക്കളെ ഒന്ന് ഉയർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ അത്ഭുതം ഒന്ന് വരുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ആൻഡ് വിക്ടോറിയസ് ഡേ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഞാൻ നന്ദിയോടെ സ്നേഹിച്ചിടും ജീവനാൾകളെല്ലാം, സ്നേഹിച്ചിടും സർവശക്തൻ.